മുരളി ഗോപി എന്ന തിരക്കഥാകൃത്തിന്റെ തൂലികയിൽ ഉരുത്തിരിഞ്ഞ് പൃഥ്വിരാജ് എന്ന ജീനിയസിന്റെ മാന്ത്രിക സംവിധാനത്തിൽ പിറവിയെടുത്ത മലയാള സിനിമയുടെ ചരിത്രത്താളുകളിൽ ആലേഖനം ചെയ്യപ്പെട്ട 2 സൃഷ്ടികളാണ് ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ ലൂസിഫർ ആൻഡ് എമ്പുരാൻ. ഇതിന് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ജിത്തു ജോസഫ് എന്ന ക്രൈം ത്രില്ലർ സ്പെഷ്യലിസ്റ്റിന്റെ സംഭാവനയായിരുന്നു ദൃശ്യം. അതേപോലെ തന്നെ ടെക്നിക്കലി പെർഫെക്റ്റായ പാൻ ഇന്ത്യൻ ഹിറ്റായിരുന്നു പ്രശാന്ത് നീൽ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച KGF. ഇവയിൽ നിന്നെല്ലാം ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് ധ്വനി തിയേറ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ദൃശ്യവിരുന്ന്. കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം ശരത് കുമാർ കലാഭവൻ. ദൃശ്യം 3 എൽ ആരുടെയോ. മിസ്റ്റർ ഗോവർദ്ധൻ, കഴിഞ്ഞ 2 പാർട്ടിലും നിങ്ങളുടെ ഹീറോ അതിസമർത്ഥമായി എൻഡയർ പോലീസ് ഫോഴ്സിനെ കബളിപ്പിച്ചു. ഇപ്പോൾ എവിടെയുണ്ട് നിങ്ങളുടെ ഹീറോ? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയാനകമായിരുന്നു. ഒരു കഷ്ണം ബണ്ണിന് വേണ്ടി നീ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും KFCയുടെ ഫാമിലി പാക്കിൽ കിട്ടിയതായിരിക്കും. അവരല്ലേലും 3 ബണ്ണിൽ കൂടുതൽ തരില്ല. 8 പീസ് KFC ബക്കറ്റ് വാങ്ങുമ്പോഴായിരുന്നു എനിക്കൊരു പീസ് ബൺ കിട്ടിയിരുന്നത്. അമ്മേ, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണ്. ഇനി KFC ഓർഡർ ചെയ്യുന്നതിന് മുൻപ് ഒരു പാക്കറ്റ് ബൺ സെപ്പറേറ്റ് വക്കാലയിൽ നിന്ന് വാങ്ങി വെക്കണം. ശരി സർ. മോനെ ജോർജെ, നീ എവിടെയായിരുന്നു ഇതുവരെ? അമ്മയല്ലേ ഇവിടെ തേരാ പോരാ നടന്നിരുന്ന എന്നോട് ബോംബെ പോടാ എന്ന് പറഞ്ഞത്. എടാ, ഞാൻ ബോംബെ പോടാ എന്നല്ല, ബോംബെ പൂടാ എന്നാ പറഞ്ഞേ. അമ്മേ, സാരിയിൽ ചോര. കർഷകയല്ലേ മോനെ, തൊഴിലുറപ്പിന് കള പറിച്ചപ്പോ കൈ മുറിഞ്ഞതാ. നിന്നെ കൊണ്ട് എനിക്ക് പ്രയോജനമൊന്നുമില്ലല്ലോ. ബോംബെ പോകാൻ നേരം നീ അടിച്ചോണ്ട് പോയാ എന്റെ താലി മാലയെങ്കിലും ഒന്ന് എടുത്തുതാ. വരുൺ തിരോധാനം പുനരന്വേഷണത്തിന് ഉത്തരവായിട്ടുണ്ട്. ആരുടെയോ. എൽ ആരുടെയോ? വാട്ട് ഡസ് ഇറ്റ് മീൻ? അതെ, എൽ ആരുടെയോ എൽ മാറ്റിവെച്ചാണ് ദൃശ്യം 2-ൽ ജോർജ് കുട്ടി എല്ലാവരെയും അതിസമർത്ഥമായി പറ്റിച്ചത്. ഏതെങ്കിലും മതിഥിയെ കൊന്ന് ഹീറോ ആയവനല്ല അവൻ കൊന്നവരെല്ലാം ക്ഷണിക്കപ്പെടാത്ത അതിഥികളായിരുന്നു. കോൺസ്റ്റബിൾ സഹദേവൻ സസ്പെൻഷൻ കഴിഞ്ഞ് ചാർജ് എടുക്കുമ്പോൾ പാർട്ട് 3-ൽ പലതും സംഭവിക്കും. ആരാ? ഞാനോ? താനാരാ? എന്നെ മനസ്സിലായില്ല? ഞാൻ സഹദേവൻ, കോൺസ്റ്റബിൾ സഹദേവൻ. ആ, വരുൺ കേസിലെ സസ്പെൻഷനിലുള്ള നാട്ടുകാരുടെ അടിയുണ്ട്. മതി. ഞാൻ സസ്പെൻഷൻ മാറി വീണ്ടും ചാർജ് എടുത്തേക്കുക. ഇത്തവണ അവൻ കുടുങ്ങും. ആ ജോർജ് കുട്ടി വർഷങ്ങളുടെ തീരാ പകയാ എനിക്ക് അവനോട്. അയ്യോ കമ്മീഷണർ. എടോ സഹദേവൻ. സർ. വരുൺ തിരോധാനം വീണ്ടും അന്വേഷിക്കുന്ന അറിയാമല്ലോ? അറിയാം സർ. എടോ കുട്ടൻപിള്ളേ, ആ കേസുമായി ബന്ധപ്പെട്ട് തനിക്കെന്തോ തെളിവ് കിട്ടിയെന്നറിഞ്ഞല്ലോ? അതെ സർ, വരുൺ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് വരുണിന്റെ ചിതാഹംസം കിട്ടിയിട്ടുണ്ട്. ചിതാഹംസമോ? അല്ല സർ, ചിതാ പപ്സ്. എന്താണോ കുട്ടൻപിള്ള ഇത്? സർ, വരുണിന്റെ ഫാസിൽ കിട്ടിയിട്ടുണ്ട്. ഫാസിലോ? വരുണിന്റെ ഫോസിൽ കിട്ടിയിട്ടുണ്ട് സർ.
എവിടെ കാണിക്കൂ. എടോ കിഴങ്ങ. സാർ, തന്നെയല്ലടോ, ഇത് കിഴങ്ങ, കൂവക്കിഴങ്ങ്, അല്ലാതെ ഫോസിൽ മണ്ണാൻ കിട്ടിയുമെന്നല്ല. യെസ് ഗീത. ഓക്കെ ഗീത. ഗീതയും കിഴങ്ങനും അല്ല, ഹസ്ബൻഡ് പ്രഭാകരനും കൂടെ വരുന്നുണ്ട്. ലുക്ക് മിസ്റ്റർ. താങ്ക് യു സർ. എന്തിന്? ലുക്കാണെന്ന് പറഞ്ഞില്ലേ? സി മിസ്റ്റർ, ഞാൻ നാളെ അമേരിക്കയ്ക്ക് പോവുകയാണ്. പോകുന്നതിന് മുൻപ് എൻ്റെ മകൻ വരുണിന് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ഒരച്ഛൻ്റെ ഒരു 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 ഇതുണ്ടല്ലോ അത്. എടോ സഹദേവ, തന്റെ സസ്പെൻഷൻ പിൻവലിച്ച് പെട്ടെന്ന് ജോലിക്കെടുത്തത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനാ. എന്നിട്ട് അവരെവിടെ? ജോർജ് കുട്ടിയുടെ ഭാര്യയും മോളും. അവർ വന്നിട്ടുണ്ട് മാഡം. എടോ, ആ റാണിയെ മോളെ ഇങ്ങോട്ട് കയറ്റിവിട്. എന്താടി നിനക്കത്ര താമസം വരാൻ? ഞങ്ങൾ പാറേപ്പള്ളിക്ക് താമസം മാറ്റി. അതാവുമ്പോ എന്നും ധ്യാനത്തിന് പോകാമല്ലോ. ഡേറ്റിന്റെ കൺഫ്യൂഷനും ഇല്ലല്ലോ. മോളെവിടെ? ആ കാന്താരി. ഞാൻ ഇന്ന് അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കും. ദേ, ഇതാണ് മോള്. വർഷം കുറെ ആയില്ല സാറേ. നീ അങ്ങ് വളർന്നു പോയല്ലോടി പെണ്ണേ. സഹദേവൻ, കാര്യത്തിലേക്ക് കടക്കാം. മോളെ, വർഷം കുറയായി നിൻ്റെയൊക്കെ തന്ത ആ ജോർജ് കുട്ടി ഞങ്ങളിട്ട് വട്ടം കറക്കുന്നു. ഇനിയെങ്കിലും സഹകരിച്ചാൽ നിനക്കൊക്കെ ഈ കേസ് ഇവിടെ ക്ലോസ് ചെയ്യാം. അതുകൊണ്ട് അറിയാവുന്ന സത്യങ്ങൾ അതുപോലെ പറഞ്ഞു. ഓഗസ്റ്റ് 2-ാം തീയതി എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത്? ഞങ്ങൾ ധ്യാനത്തിന് പോയേക്കുമായിരുന്നു. നിർത്തടേ. നിന്നോട് ചോദിക്കുമ്പോ നീ പറഞ്ഞാ മതി. വളച്ചിലെടുക്കല്ലേ. സഹദേവൻ, വേണ്ട. ഞാൻ നാളെ അമേരിക്കയ്ക്ക് പോകുന്നു. ഹാപ്പി ജേണി അങ്കിൾ. താങ്ക് യു മോളെ. ഗീത, എന്നാ പോകാല്ലേ? പ്രഭേ, പോകുന്നതിന് മുമ്പ് മോളെ ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ചോദിക്കുക. അച്ഛന്റെ സ്ഥാനം മാറുന്നു. എൻ്റെ വരുണേ, നീ വരണേ. എവിടെയാണ് ധ്യാനത്തിന് പോയത്? ഓപ്ഷൻ ഉണ്ടോ സർ? ഇത്രയും വർഷമായതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ. ഓപ്ഷൻ എ കരുനാഗപ്പള്ളി, ബി വാടാനപ്പള്ളി, സി പാറേൽപ്പള്ളി. കരുനാഗപ്പള്ളി. കിട്ടി മോളെ, കിട്ടി. കരുനാഗപ്പള്ളി വഴി, വാടാനപ്പള്ളി വഴി, പാറയിൽപ്പള്ളി. സാർ, എന്താടോ? ജോർജ് കുട്ടിയുടെ ഫാമിലിയാണെന്ന് പറഞ്ഞ് വേറൊരു അമ്മയും മോളും വന്ന് നിൽപ്പുണ്ട്. വേറെയോ? വരാൻ പറ. ആരാണ് ഈ പുതിയ എൻട്രി? PK രാംദാസ് എന്ന വൻമരം വീണു. പ്രിയദർശിനി രാംദാസ് സ്ഥാനം ഏറ്റെടുത്തു. മരം വെട്ടാൻ എത്രയും പെട്ടെന്ന് ആൾക്കാരെ അറേഞ്ച് ചെയ്യൂ. എത്ര ചെലവായാലും കുഴപ്പമില്ല. ആരാണിവർ? ഐ വാണ്ട് ടു ഹിയർ ഇറ്റ് ഫ്രം യു. Bobby, you are Bobby. Mom, help me, Mom. ദൈവപുത്രന്റെ കുപ്പായമണിഞ്ഞവർ കുറ്റം ചെയ്യുമ്പോൾ ചെകുത്താനല്ലേ സഹായിക്കാൻ പറ്റൂ. പ്രിയദർശിനിയും ജാൻവിയും ജോർജ് കുട്ടിയുടെ സഹായം തേടി. മിസ്റ്റർ തോമസ്, ഇത് മൊത്തം അവന്റെ കളിയാണ്. നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ. എത്രയും വേഗം അവൻ ഇവിടെ എത്തിക്കണം. ആ ജോർജ് കുട്ടി ഇന്നത്തോടെ അവസാനിപ്പിക്കണം അവന്റെ ഈ കള്ളനും പോലീസും കളി. സഹദേവൻ, ജോർജ് കുട്ടിക്ക് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ് വേഗം. ഓക്കെ സർ. ഫസ്റ്റ് പാർട്ടിൽ പശുവിന്റെ ബോഡി വെച്ചവൻ പറ്റിച്ചു. സെക്കൻഡ് പാർട്ടിൽ ആരുടെയോ എൽമാറ്റി വെച്ചവൻ പറ്റിച്ചു. നമ്മളെല്ലാം ഇങ്ങനെ നിഷ്കുമാറായി പോയല്ലോ തോമസ്. ഇതാ പ്ലീസ്. ജോർജ് കുട്ടിയെ വിളിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ എത്തും. ജോർജ് കുട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല മേഡം. അത് ശരി, ഇപ്പൊ ആളു മാറി. അതല്ല മേഡം, അവന് പഴയ 4-ാം ക്ലാസ്സുകാരൻ തിയേറ്റർ ഉടമയല്ല. നാട്ടുകാർക്കിടയിൽ തല്ലുകൊള്ളി, വീട്ടുകാർക്കിടയിൽ താന്തോന്നി. സഹദേവൻ, എന്താണിത്? അയ്യോ മേഡം, മാറിപ്പോയി. വൈഫിന്റെ മെസ്സേജ് ആയി.
ഓരോ കാലത്തും ദേശത്തും അവന് പല പേരുകളാണ്. ഹിന്ദുക്കളിൽ അവൻ മഹിരാവണൻ, മുസ്ലിമുകൾക്കിടയിൽ അവൻ ഇബിലീസ്, ക്രിസ്ത്യാനികളിൽ അവൻ ലൂസിഫർ. കൂട്ടമായി വരുന്നവൻ ഗ്യാങ്സ്റ്റർ, ഒറ്റയ്ക്ക് വരുന്നവൻ മോൺസ്റ്റർ. ഇവർ 3 പേരും ഈയിടെയായി എവിടെയും ഒരുമിച്ചേ പോകാറുള്ളൂ. അത് വേണ്ട, ഇവർ 3 സ്റ്റാർ. Alpha, all clear. Baijan, act. ലുക്ക് മിസ്റ്റർ, ഞാൻ നാളെ അമേരിക്കയ്ക്ക് പോവുകയാണ്. പോകുന്നതിന് മുൻപ് എൻ്റെ മകൻ വരുണിന് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ഒരച്ഛൻ്റെ ഇതുണ്ടല്ലോ അത്. സാർ, താങ്കൾ ഒരു വലിയ മനുഷ്യനാണ്. ഞാനും ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് എൻ്റേത്. അപ്പോ ഇതോ? അതുപോലത്തെ മറ്റൊരു കൊച്ചു കുടുംബം. അത് ശരി. നിങ്ങളുടെ അത്രയും വിശാല മനസ്കതയൊന്നും എനിക്കില്ല. അത് ഈ 2 കുടുംബവും കണ്ടപ്പോൾ മനസ്സിലായി. എൻ്റെ കുടുംബം ശിഥിലമാക്കാൻ കഴിവുള്ള ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അയാളെ, ഇതെല്ലാം നമ്മൾ സെക്കൻഡ് പാർട്ടിൽ സെറ്റിൽ ചെയ്തതല്ലേ? താങ്കളുടെ മകൻ്റെ ചിതാഹംസം, എന്താ അവനെ? ചിതാഭസ്മം ബൈജാൻ. അത് ഞാൻ സെക്കൻഡ് പാർട്ടിൽ തന്നതല്ലേ? പോരെങ്കിൽ ആന്റണി. ഓക്കെ സർ. യു ഹാവ് എ ടെക്സ്റ്റ് മെസ്സേജ്. താങ്കളുടെയും ഫാമിലിയുടെയും അമേരിക്കൻ ട്രിപ്പ് ലൂസിഫർ ഫ്രാഞ്ചൈസി സ്പോൺസർ ചെയ്തിരിക്കുന്നു. ശരി സാർ. എന്തായാലും 3 ഹെലികോപ്റ്റർ ചുമ്മാ കിടപ്പുണ്ടല്ലോ. എടോ ജോർജ് കുട്ടി, വെറും 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല നിനക്ക്. യു ആർ എ ക്ലാസിക്കൽ ഡാൻസർ, ക്ലാസിക് ക്രിമിനൽ. എന്റെ മകൻ വരുണിന്റെ തിരോധാനം നീ സമർത്ഥമായി ഒതുക്കി. ഇവിടെ എന്താണ് സംഭവിച്ചത്? മാഡം, അവിടെ വന്ന പോലെ തന്നെ ഇവിടെയും ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നു. എന്റെ മോളെ അയാൾ മയക്കുമരുന്ന് കൊടുത്ത് അടിമയാക്കി. ബോബി, യു ആർ ബോബി. ഹെൽപ്പ് മീ അമ്മ, ഹെൽപ്പ് മീ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്. എനിക്ക് വേറെ ആരുമില്ല. എന്നെ അറിയാവുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ മോനെ ആ സാധനം? ബൈജാൻ, നാർക്കോട്ടിക്സ്. is a dirty business. അവൻ കേട്ടില്ല. ഞാൻ അവനെ ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു സ്ഥലത്തേക്ക് അയച്ചു. തന്റെ കുടുംബത്തിൽ മാത്രം ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ ഇത്രയും വരാൻ എന്താ വല്ല പബ്ലിക് ടോയ്ലറ്റും ആണോ? ബോബി, യു ആർ ബോബി. ബോബി, യു ആർ ബോബി. ഡയലോഗ് കഴിഞ്ഞു മോളെ. മോനെ രാജു, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. ഓക്കെ ബൈജാൻ. സി മിസ്റ്റർ, ഞാൻ നാളെ അമേരിക്കയ്ക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഒന്നറിയാൻ വേണ്ടി ചോദിക്കുക കേട്ടോ. എൻ്റെ മകന് എന്താ സംഭവിച്ചതെന്ന് എന്നോട് മാത്രം ഒന്ന്. ഐഡിയ കൊള്ളാം പ്രഭാകരൻ സാറേ, റെക്കോർഡർ വെച്ച് എന്നെ കൊടുക്കാൻ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല, എന്റെ തന്ത. 3G ആയി. ആട്ടെ, ഒന്നറിയാൻ വേണ്ടി ചോദിക്കുക. ആരാ ജോർജ് കുട്ടിയുടെ ഡാഡി? മോനെ രാജു, പണ്ടൊരിക്കൽ വേറൊരു രാജമോൻ എന്നോട് ചോദിച്ചു അങ്കിളുടെ അച്ഛൻ ആരാണെന്ന്. ഇപ്പോൾ ഞാൻ നിന്നോട് ചോദിക്കുക, L3-ലെങ്കിലും നീ എനിക്കൊരു തന്തി ഒപ്പിച്ചു തരുമോ? ഞാൻ മുരളിയോട് പറഞ്ഞ് റെഡിയാക്കാൻ ബൈജാൻ. എടാ ജോർജ് കുട്ടി, വരുൺ കൊലക്കേസിൽ നിന്ന് സമർത്ഥമായി നീ ഊരി. പക്ഷേ നീ മാറ്റിവെച്ച എല്ല് DNA ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ഇപ്പോൾ വരും. അതിൽ നിന്നെ ഞാൻ പൂട്ടുവടാ. ബൈജാൻ, നമ്മളിവനെ ലൂസിഫർ ഫസ്റ്റ് പാർട്ടിൽ തട്ടിയതല്ലേ, അതിന്റെ ചുരുക്ക് തീർക്കുക. സാർ, മാറ്റിവെച്ച എല്ല് ആരുടെയാണെന്ന് അറിയാനുള്ള DNA റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എവിടെ നോക്കട്ടെ? മതി, ഇത് മതി. എന്താണ് സഹദേവൻ? റിപ്പോർട്ട് വായിക്കൂ.
എല്ലാവരുടെയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു സർ. ആ എല്ലിൻ കഷ്ണം വേറെ ആരുടെയും അല്ല, പ്രിയദർശിനിയുടെ ഹസ്ബൻഡ് ബോബിയുടേതാണ്. ഇത് മതി ജോർജ് കുട്ടി, നീ കാണിച്ച അധിപതി നിന്നെ തന്നെ പെടുത്തി. ഇത്തവണ നീ അഴി എണ്ണും. കാര്യങ്ങൾ ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. മാഡം, മറ്റാരെയും പോലെ തന്നെ സ്വന്തം കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം ആണ് എനിക്ക് ഏറ്റവും വലുത്. മയക്കുമരുന്നിലൂടെ രാംദാസ് സാറിൻ്റെ കുടുംബത്തിന് മാത്രമല്ല, ഈ നാടിന് തന്നെ ഒരു വിപത്തായി വളർന്ന ബോബിയെ ഞാൻ ഈ ലോകത്തു നിന്നും എന്നേക്കുമായി യാത്രയാക്കി. പക്ഷേ 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 എൻ്റെ കുടുംബത്തിലെ ആരെയും പോലീസ് കൊണ്ടുപോകില്ലെന്ന് ഞാൻ കൊടുത്ത ഉറപ്പ്, ആ ഉറപ്പ് ഞാൻ ഇപ്പോഴും കൊടുക്കുന്നു. ഇത്രയൊക്കെ ആയിട്ടും നിന്റെ ആത്മവിശ്വാസം കൊള്ളാം. അതല്ല മാഡം, നിങ്ങളുടെ മകൻ ഗീത, നമ്മുടെ മോൻ. മോനെ, അന്ന് ഞാൻ കുഴി തോണ്ടുമ്പോൾ വരുണിൽ നേരിയ ജീവൻ ബാക്കിയുണ്ടായിരുന്നു. ഇത്രയും നാൾ ഞാൻ അവനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു. പിന്നെ ഓരോ വർഷവും ഞാൻ പോയിരുന്നത് ഇവൻ്റെ ചികിത്സയ്ക്കായിരുന്നു. സ്വന്തം പേര് പോലും ഓർമ്മയില്ലാതെ കോമ സ്റ്റേജിൽ ജീവശവമായി കഴിഞ്ഞിരുന്ന ഇവനെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് തിരികെ തരും? ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവൻ നിങ്ങളെ തിരിച്ചറിയുന്നു. അമ്മേ, അച്ഛാ, ഇത് എൻ്റെ തെറ്റിന് കിട്ടിയ ശിക്ഷ. ഞാനത് മനസ്സിലാക്കുന്നു. ഓഹോ, അങ്ങനെ സെന്റിമെന്റ്സിൽ നീ ഊരി പോരാൻ നോക്കണ്ട. നിന്നെ വിടില്ലടാ. ഇപ്പൊ നീ ബോബി മർഡർ കേസിലെ പ്രതിയാ. ഗീത, സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു അച്ഛൻ്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ ജോർജ് കുട്ടിയും ചെയ്തത്. കാര്യങ്ങൾ ഇവിടം വരെയായ സ്ഥിതിക്ക് നമുക്കിതിവിടെ അവസാനിപ്പിച്ചൂടെ? പിന്നെ സഹദേവൻ, കൊല്ലപ്പെട്ട ബോബി ഒരു ഇൻ്റർനാഷണൽ മോസ്റ്റ് വാണ്ടഡ് നാർക്കോട്ടിക് ഏജൻ്റായിരുന്നു. സ്വന്തം ഭാര്യയ്ക്കും മകൾക്കും വരെ വേണ്ടാത്ത ജന്മം. കേസിൻ്റെ ഭാഗമായി സംഭവിച്ചതൊക്കെ കേസിനോടൊപ്പം ക്ലോസ് ആകട്ടെ. മിസ്റ്റർ ജോർജ് കുട്ടി, 1 മിനിറ്റ്. ഇപ്പോഴും ഒന്ന് ബാക്കി. താങ്കൾ കൊടുത്ത ആ ചിതാഭസ്മം അതാരുടെയാണ്? ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. ആരുടെയോ വാടാ.